ബ്രൈഡൽ മേക്കപ്പിന് 1,00,000 രൂപ വരെ വരുമോ? നമ്മുടെ സ്കിന്ന്, ഫേസ്, അതുപോലെ ഹെയർ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബ്രൈഡ് എന്നുള്ള ഒരു ലെവലിൽ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുള്ളൂ. നമ്മളൊരു ലക്ഷറി പാക്കേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1,00,000 വരാം. തരും അല്ലേ? അതെങ്ങനെയാണെന്നൊന്ന് പറയോ? ജസ്റ്റ് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ മതി. മന്ത്സ് മുമ്പ് തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹെയറിന്റെ കാര്യം സ്പാ അല്ലെങ്കിൽ ഓയിൽ മസാജ്, കെരാറ്റിൻ സ്മൂത്തനിങ്, നാനോപ്ലാസ്റ്റിയ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ. ബോഡിക്ക് നമ്മളെ കൂടുതൽ നമ്മുടെ അടുത്ത പ്രശ്നം പിമ്പിൾസ് അല്ലെങ്കിൽ പിമ്പിൾസിന്റെ മാർക്സ്, ഡിസ്കളറേഷൻ, ടാൻ ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലൊക്കെ ആണെങ്കിൽ കയ്യില് കാലിലൊക്കെ അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ 3 months മുമ്പ് തൊട്ട് ഫേഷ്യലായിട്ടും ഡീടാൻ ട്രീറ്റ്മെന്റുകൾ തന്നെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഹോം കെയറും ഇവിടെ വന്ന് ചെയ്യുന്നതല്ലാതെ നമ്മൾ ഹോം കെയറും അവർക്ക് സജസ്റ്റ് ചെയ്യും. അതെന്താണ്? സൺസ്ക്രീൻ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള അതുപോലെ ക്ലെൻസിങ്. ഇപ്പോൾ നന്നായിട്ട് ഓയിലി പിമ്പിൾസ് മാർക്സ് ഒക്കെ ഉള്ള സ്കിൻ ആണെങ്കിൽ നമ്മൾ ക്ലെൻസർ ഒക്കെയാണ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഒക്കെ സജസ്റ്റ് ചെയ്യും. വരുന്നത് ബോഡിക്ക് ആവശ്യമുള്ള ഫുൾ ബോഡി വാക്സിങ്, ഫുൾ ബോഡി പോളിഷിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. വാക്സിങ്ങിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു 95% ആളുകൾക്ക് അലർജി വരും. ഒരിക്കലും നിങ്ങളൊരു ഫംഗ്ഷന്റെ തലേദിവസം പോയിട്ട് വാക്സ് ചെയ്യരുത്. നേരത്തെ തന്നെ അതിന്റെ ഒക്കെ ഒരു ട്രയൽ എടുത്തു വെക്കുന്നത് നല്ലത്, ഗുണം ചെയ്യും. അതെ. പിന്നെ സിറ്റിംഗ് കൊണ്ട് ഒരു മാജിക്കൽ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോരുത്. അതുകൊണ്ടാണ് 3 മാസം മുമ്പേ തുടങ്ങണം എന്ന് പറയുന്നത്. ഒരു 3 months മുന്നേ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് അത് എത്തുള്ളൂ. ശരിക്കും ബ്രൈഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് നല്ല ഉറക്കം, ഹെൽത്തി ഫുഡ്, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ കഴിയണവരെങ്കിൽ ഈ ജങ്ക് ഫുഡൊക്കെ കുറച്ച് ഒഴിവാക്കുക. കുറച്ച് ഹെൽത്തി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ടെൻഷൻ ഒഴിവാക്കുക. ചെറിയ രീതിയിൽ യോഗ പോലുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടുള്ള പ്ലീസിങ് ആയിട്ടുള്ള ബ്രൈഡായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഡേ അവർക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, നല്ലൊരു എന്താ പറയുക മെസ്സേജാണ് നമുക്ക് ലബോണിറ്റ ബ്യൂട്ടി പാർലർ ഓണർ മിസ് സൗമ്യ തന്നത്. നമ്മൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ നമ്മളൊരു കൺസൾട്ടേഷൻ ആദ്യം എടുത്തിട്ടാണ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഹെയറിൽ നോർമലി വരുന്ന പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ഉണ്ടാവും ചിലർക്ക്, ഹെയർ ലോസ്, അല്ലെങ്കിൽ ബ്രേക്കേജ്, പൊട്ടിപ്പോവുക, ബ്രിട്ടിൽ ആയിട്ടുള്ള എൻഡ് ഇങ്ങനെ സ്പ്ലിറ്റൻസ്, ഫ്രിസിനെസ്, ഭയങ്കര ചകിരി പോലെ ഇരിക്കുന്ന മുടി, നോർമലി അവർക്ക് ടെൻഷൻ തോന്നുന്നു. അപ്പൊ നമ്മൾ അതിന് നേരത്തെ തന്നെ ഡാൻഡ്രഫിന്റെ സ്പാ അല്ലെങ്കിൽ ഹെയർ ഒന്ന് സ്മൂത്ത് ആക്കാനുള്ള സ്പാകളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കെരാറ്റിൻ, നാനോപ്ലാസ്റ്റിയ, ബൊട്ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. കുറച്ചും കൂടെ ഷൈനിങ് കിട്ടാനും നല്ല ഹെൽത്തി ലുക്ക് തോന്നാനൊക്കെ ആയിട്ടുള്ള അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സ്കിന്നിൽ മേക്കപ്പ് മാത്രമല്ല അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, മേക്കപ്പ് അതായത് നമുക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ നിന്ന് അറിയാം നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കും, പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും നമുക്കിപ്പം നല്ല ഡിസ്കളറേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നല്ല പിമ്പിൾസ് അതിന്റെ മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇത് മുഴുവൻ ഹൈഡ് ചെയ്ത് വരുമ്പോ നല്ല പുട്ടിയിട്ട പോലെയോ മേക്കപ്പ് ചെയ്യണം എന്നാ ചെയ്തു എന്ന് അറിയാൻ പാടില്ല. ഭയങ്കര ന്യൂഡ് മേക്കപ്പിന്റെ ആളുകളാണ്, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ്. അപ്പൊ ഞാൻ തന്നെ കൺഫ്യൂഷനിലാണ്, എന്താ കവറേജ് വേണോ അതോ ന്യൂഡ് മേക്കപ്പ്? കവറേജ് കൊടുക്കുമ്പോ ന്യൂഡ് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യണം. കവറേജ് കൊടുക്കാതിരുന്നാ അവർക്ക് ഈ മാർക്സ് അതൊക്കെ അണ്ടർ ഐ ഡാർക്ക്, കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അണ്ടർ ഐയിൽ എന്തായാലും ഡാർക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഹൈഡ് ചെയ്താൽ നോക്കുമ്പോൾ മേക്കപ്പ് കൂടും, മേക്കപ്പ് ലൈറ്റ് ആക്കുമ്പോ അത് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല സ്കിൻ, ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് കെട്ടുമ്പോ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ എത്ര നിലയാണെങ്കിലും കെട്ടാതെ നമ്മുടെ സ്കിന്ന് നന്നായാൽ അതുമേ എന്ത് വേണേലും പണിയാം. എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷന് പോകാനുണ്ട്. എൻ്റെ ഈ സാരിക്ക് മാച്ച് ചെയ്യണ ഒരു സ്റ്റൈല് എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് തരണം. ഹെയർ ലെയർ വെട്ടിയിട്ടുള്ള ഹെയർ ആണ് അല്ലേ? നമുക്ക് ബ്ലോ ഡ്രൈ സെറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻഡ് കേൾസ് മാത്രം ടോങ് വെച്ചിട്ടോ അയണിംഗ് മെഷീൻ വെച്ചിട്ടോ എൻഡ് കേൾസ് ചെയ്യാം. അല്ല പുട്ടപ്പ് സ്റ്റൈലിലേക്ക് പോകണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു 10 മിനിറ്റ് അല്ല ഒരു 15 മിനിറ്റിന് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണ ഒരു ബ്ലോ ഡ്രൈയോ അയണിങ്ങോ ടോങ്സോ ചെയ്യാം. ഫുൾ ഹെയർ ടോങ്സ് അല്ല, എൻഡിൽ മാത്രം കുറച്ച് കേൾസ് ഇട്ടാലും തനിക്ക് ഭംഗിയുണ്ടാവും. ഓക്കെ. അപ്പൊ ഒന്ന് വേഗം ചെയ്ത് തന്നാലോ? തരില്ലേ? ഓക്കെ. ഏറ്റവും സമയം എടുക്കുന്ന ഹെയർ സ്റ്റൈൽ ഏതാ?
സമയം എടുക്കുന്ന ഫുൾ ഹെയർ ടോങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നന്നായി ലാസ്റ്റ് ചെയ്യണം. ടോങ്സ് ഇപ്പം ഒരു ഫംഗ്ഷൻ വരുന്നത്, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് ദൂരെ പോയിട്ടാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അവിടെ വരെ യാത്ര ചെയ്യുന്ന നമ്മുടെ ക്ലൈമറ്റിൽ കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലായ കാരണം ഈ ടോങ്സ് ലാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ അത് ലാസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ അത്രയും ചെറിയ ചെറിയ സെക്ഷൻ എടുത്തിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ അത്ര അവേഴ്സ് അത് ലാസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല അതിനൊരു പ്രീ സെറ്റിംഗ് സ്പ്രേ, ആഫ്റ്റർ സെറ്റിംഗ്, പോസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്താലാണ് ഹ്യൂമിഡിറ്റിയിൽ കേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ നല്ല സമയം എടുക്കും. അതുപോലെ മെസ്സി ഹെയർ സ്റ്റൈൽസ് ആണെങ്കിൽ എല്ലാം മുടിയും ചെറിയ ടോങ് വെച്ചിട്ട് കേൾ ചെയ്തിട്ടാണെങ്കിൽ മെസ്സി ഹെയർ സ്റ്റൈലാക്കി മാറ്റും. അപ്പൊ അതും നല്ല സമയം. ഇപ്പൊ നമ്മൾക്കൊരു 10-15 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റണത് അയണിങ്, ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ അയൺ കേഴ്സ്, അയണിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഡിലെ കേഴ്സ് ഇടാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാലോ അല്ലേ? ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലുകളാണ് അതൊക്കെ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് മുടി താങ്കളുടെ മുടി പോലെ ആവില്ല എല്ലാവരുടെ മുടി തിക്നെസ് ഡിപ്പെൻസ് മുടിയാണല്ലേ. ഹെയർ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും വ്യത്യാസം ഉണ്ടല്ലേ. അതുകൊണ്ടാണ് ഹെയറിൽ എല്ലാത്തിലും സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ മുടി സെറ്റ് ചെയ്യണ പോലെയല്ല ഒരു വലിയ മുടി എടുക്കുന്ന ടെക്സ്ചറും. കേളി ഫ്രിസി ഹെയർ ആണെങ്കിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ അത്യാവശ്യം സമയം എടുക്കും, അതിനെ ഭംഗിയാക്കി എടുക്കാൻ. ഓക്കെ, ഒരു എൻഡിലൊരു ചെറിയൊരു ബ്ലോ ഡ്രൈ സെറ്റിംഗ് തന്നെ. തൻ്റെ കുറച്ച് ഫൈൻ ഹെയർ ആയ കാരണം ബ്ലോ ഡ്രൈ സെറ്റിംഗ് ലാസ്റ്റ്. ശരിക്കും ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റിൽ അവസാനത്തേതാണ് ഹെയർ. അല്ല, മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ അവയർനെസ് ആയിട്ടുണ്ട്. ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണവരും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പോണമെന്ന് ചിന്തിച്ചു തുടങ്ങി അല്ലേ? തുടങ്ങിയൊരു കാലാണ്. സാരിയും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നമ്മൾ ഏറ്റവും ബെസ്റ്റൊക്കെ തിരഞ്ഞെടുക്കും, എന്നിട്ട് അവസാനം നോക്കും. അതെ, അതിന് ജനറൽ സൊല്യൂഷൻ എല്ലാവരും സാരി ഫ്രീ പ്ലീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പം സാരി ഉടുക്കാനറിയാത്ത ഒരു ജനറേഷനാണ് ഇപ്പൊ ഉള്ളത്. അതെ, പിന്നെ അത് മാത്രമല്ല ചിലർക്ക് ഉടുക്കാനറിയാം പക്ഷെ വരി വലിച്ചു കൊടുക്കലായിരിക്കും. അപ്പോ പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കും നമ്മളിവിടെ. നേരത്തെ തന്നെ നിങ്ങളുടെ മെഷർമെന്റ് എടുത്ത് പ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു ബോക്സ് ആക്കി കൊടുക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ടു വെയർ പോലെ യൂസ് ചെയ്യാം. അറിയാത്ത ആളുകൾക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഡ്രൈപ്പ് ചെയ്യാനായിട്ട്. അടിപൊളി. അപ്പൊ തലേദിവസം വന്ന് പറഞ്ഞാൽ മതി അല്ലേ? വന്ന് തന്നു കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ നമ്മളത് പ്ലീറ്റ് ചെയ്ത് എന്താ ബോക്സ് ആക്കിയിട്ട് തന്നു വിടും. ഇപ്പൊ പുറത്തൊക്കെ പോണവര്, പുറത്തൊക്കെ ഈ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോണവര് അവിടുത്തെ ഫംഗ്ഷന് വേണ്ടി 3-4 സാരിയൊക്കെ നാട്ടിൽ വരുമ്പോ പ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് പിന്നെ എന്താ ഒരു പ്ലീറ്റിങ്ങിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം വെയർ ചെയ്താൽ ആ പ്ലീറ്റ്സ് മാറൂല. നെക്സ്റ്റ് ടൈമും അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഡ്രൈ ക്ലീനിങ് ചെയ്യണ വരെ അത് ഉപയോഗിക്കാം. അതൊരു വലിയ കാര്യം കേട്ടോ. മുമ്പത്തെ അപേക്ഷിച്ച് സാരിയുടെ ട്രെൻഡ് കൂടി വരികയാണ്. ഇപ്പൊ യങ് ജനറേഷൻ ആയാലും എല്ലാ ഫംഗ്ഷനും സാരി കൊടുക്കുന്ന ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്താണ്, പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അതിലൊരു സൊല്യൂഷൻ കൂടിയാണിത്. ശരിക്കൊരു ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടല്ലേ? നിങ്ങളുടെ ബ്യൂട്ടി റിലേറ്റഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണല്ലോ ഞങ്ങള്. സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റണം. പാർലർ എന്ന് പറഞ്ഞിട്ട് ഹെയർ കട്ടിങ് മാത്രം പറഞ്ഞിട്ട് അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും അങ്ങനെ നോക്കുന്നതല്ല. യുണീക്ക് സൊല്യൂഷൻസ് ആണ് എല്ലാവരും നോക്കുക.
ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഒരു ഫേസാ മാറിപ്പോയി. ഒരു കൂറയായിട്ട് വന്ന ഞാൻ ശരിക്കും ഹെയറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലേ, കാരണം നമ്മുടെ ഫേസിനെ മാറ്റാൻ. സ്ട്രൈറ്റഡ് ആയിരിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യം മുടി വെട്ടിക്കളയുക, അല്ലെങ്കിൽ മുടി വേറെ ഏതെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കുക. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, സെലിബ്രിറ്റിയാണ്. അപ്പൊ ആള് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ മുഖം കുറെ നാളായിട്ട് കണ്ടൊക്കെ ബോറടിച്ചു, എന്നെ ഒന്ന് മാറ്റി തന്നത്. നല്ലൊരു ആള് ഫിലിം എപ്പോഴും വരുന്നുള്ള പ്രതീക്ഷയിൽ മുടി ഇങ്ങനെ കട്ട് ചെയ്യാതിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി ജൂൺ തൊട്ടിട്ടുള്ള കമ്മിറ്റ്മെന്റ് ധൈര്യമായിട്ട് കട്ട് ചെയ്തോളൂ. നല്ല ഷോർട്ടാക്കി കുറച്ച് കളറും കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ പോയത്. ഹെയറിന്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരും. അതെ, ശരിയാ. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ ഫേസിൽ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് ഹെയർ മാറിയപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു തോന്നി, ഓക്കെ, ഐ ആം ലുക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ഇത്ര സ്പീഡിൽ ചെയ്തു തന്നതിൽ. ഓക്കെ, ലബോണിറ്റ ബ്യൂട്ടി പാർലർ നമ്മുടെ ചെറൂർ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ്. ഫസ്റ്റ് നമ്മൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ ചെറൂർ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ലെഫ്റ്റാണ് നമ്മുടെ ലബോണിറ്റ ബ്യൂട്ടി പാർലർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗ്ഷന് പോകാനുള്ള, നമുക്ക് സാരി ഉടുത്തിട്ടോ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ടോ ഓടി വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിൽ നമ്മളെ ഹാപ്പി ആക്കിയിട്ട് നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടും. എന്താ പറയുക, ഏത് ടൈപ്പ് ഓഫ് ഹെയർ ആണ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് ആണ് ഇത് സെറ്റ് ചെയ്ത് തരിക. അപ്പോൾ എന്തായാലും അടിപൊളിയായി. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.